നെല്ലിക്ക രസം ഉണ്ടാക്കാനായിട്ട് 1/2 സ്പൂൺ വീതം കുരുമുളകും ജീരകം ഉലുവ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം കായും 2 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുശേഷം ഇടിക്കല്ലിലോ അതുപോലെ മിക്സിയിലോ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതെല്ലാം അതും ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കാച്ചിയെടുക്കാനുള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് ആദ്യം വറുത്ത് ചതച്ച് വെച്ച ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളത്തിൽ കിടന്ന് നെല്ലിക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് പൊട്ടിച്ചതും ഇതിലിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ രസം നമ്മുടെ റെഡിയായി. രസം ഇവിടെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. നെല്ലിക്ക തൊടുമ്പോൾ ഇങ്ങനെ പിളർന്ന് വരണം, അതാണ് ഇതിൻ്റെ പാകം വേവിൻ്റെ. ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ശർക്കരയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.